എല്ലാവർക്കും നമസ്കാരം. ടോസ് അക്കാദമിയിലേക്ക് സ്വാഗതം. ഈ മാസം 24-ാം തീയതി നമ്മുടെ സെറ്റ് എക്സാം നടക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ എല്ലാവരും അതിനുവേണ്ടിയുള്ള പ്രിപ്പറേഷനിലാണെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും ടോസ് അക്കാദമിയുടെ വക എല്ലാവിധ ആശംസകളും ഞങ്ങൾ നേരുന്നു. അപ്പം സെറ്റ് എക്സാമിന് മുന്നോടിയായിട്ട് നമ്മൾ കഴിഞ്ഞ ഏതാനും വർഷങ്ങളിലായി ചോദിച്ചു കണ്ട ക്വസ്റ്റ്യൻസുകളിൽ മോസ്റ്റ് റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻസാണ് നമ്മളിന്ന് ഇവരെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ ഫ്രം മാത്തമാറ്റിക്കൽ മെത്തേഡ്സ് ഇൻ ഫിസിക്സ് ദ മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ഈസ് ദ കോഷി-റെയ്മാൻ ഇക്വേഷൻ ഇൻ കാർട്ടീഷ്യൻ ഫോം എന്നാണ്. അതായത് നമുക്കറിയാം, ഇഫ് എഫ് ഈസ് ഈക്വൽ ടു യു പ്ലസ് ഐ വി ഈസ് എ കോംപ്ലക്സ് ഫംഗ്ഷൻ വെയർ യു ഈസ് ദ റിയൽ പാർട്ട് ആൻഡ് വി ഈസ് ദ ഇമാജിനറി, ഐ വി ഈസ് ദ ഇമാജിനറി പാർട്ട്. ഓക്കെ, ആൻഡ് ബോത്ത് യു ആൻഡ് വി ആർ റിയൽ നമ്പേഴ്സ്, ബട്ട് യു ഈസ് ദ റിയൽ പാർട്ട് ആൻഡ് ഐ വി ഈസ് ദ ഇമാജിനറി പാർട്ട്. അപ്പോൾ ഇങ്ങനെ ഒരു കോംപ്ലക്സ് നമ്പർ തന്നു കഴിഞ്ഞാൽ എന്താണ് കോഷി-റെയ്മാൻ കണ്ടീഷൻ? ഇതാണ് കോഷി-റെയ്മാൻ കണ്ടീഷൻ. ദാറ്റ് ഈസ് ഡോ യു ബൈ ഡോ എക്സ് ഈസ് ഈക്വൽ ടു ഡോ വി ബൈ ഡോ വൈ ആൻഡ് ഡോ വി ബൈ ഡോ എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് ഡോ യു ബൈ ഡോ വി. അതായത് ഓപ്ഷൻ ബി ആണ് കോഷി-റെയ്മാൻ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ എന്താണ് ഈ കോഷി-റെയ്മാൻ കണ്ടീഷൻ? അതായത് ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ, അതായത് എഫ് ഈസ് ഈക്വൽ ടു യു പ്ലസ് ഐ വി എന്ന് പറയുന്നത്, ആ ഫംഗ്ഷൻ ഒരു അനലിറ്റിക് ഫംഗ്ഷൻ ആണെങ്കിൽ അത് ഉറപ്പായിട്ടും കോഷി-റെയ്മാൻ കണ്ടീഷൻ ഒബേ ചെയ്തിരിക്കും. പക്ഷേ കോഷി-റെയ്മാൻ കണ്ടീഷൻ ഒബേ ചെയ്തുകൊണ്ട് മാത്രം ആ ഫംഗ്ഷൻ എന്താകണമെന്നില്ല, ആ ഫംഗ്ഷൻ അനലിറ്റിക് ആണെന്ന് ഒരു നിർബന്ധവുമില്ല. പക്ഷേ ആ ഫംഗ്ഷൻ അനലിറ്റിക് ആണെങ്കിൽ അത് ഉറപ്പായിട്ടും കോഷി-റെയ്മാൻ കണ്ടീഷൻ ഒബേ ചെയ്തിരിക്കും. എന്താണ് ഒരു ഫംഗ്ഷൻ അനലിറ്റിക് ആണെന്ന് പറയുന്നതിൻ്റെ അർത്ഥം? ഒരു ഫംഗ്ഷൻ എഫ് ഈസ് ഈക്വൽ യു പ്ലസ് ഐ വി എന്ന് പറഞ്ഞ കോംപ്ലക്സ് ഫംഗ്ഷൻ അനലിറ്റിക് ആണെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന കോംപ്ലക്സ് പ്ലെയിനിലെ ആ ഒരു കോണ്ടൂരിലെ ഒരു പോയിന്റിൽ ആണ് നമ്മൾ ആ ഫംഗ്ഷൻ പറയുന്നതെങ്കിൽ, ഈ പോയിന്റാണ് നമ്മൾ എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ പറയുന്നതെങ്കിൽ, ഈ പോയിന്റിലും അതിൻ്റെ നിയർ ബൈ പോയിന്റ്സിനുമെല്ലാം എന്തായിരിക്കണം? ആ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആയിരിക്കണം. ആൻഡ് ദാറ്റ് കൈൻഡ് ഓഫ് ഫങ്ഷൻസ് ആർ നോൺ ആസ് അനലിറ്റിക് ഫംഗ്ഷൻ. ആൻഡ് ഒരു ഫംഗ്ഷൻ അനലിറ്റിക് ആണെങ്കിൽ അത് ഉറപ്പായിട്ടും കോഷി-റെയ്മാൻ കണ്ടീഷൻ ഒബേ ചെയ്തിരിക്കും. അപ്പോൾ ഇങ്ങനെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാം. മാത്രമല്ല, ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ്റെ റിയൽ പാർട്ട് യു തന്നു കഴിഞ്ഞാൽ ഫ്രം ഓപ്ഷൻസ് we can find the IV അല്ലേ, അതായത് ഇമാജിനറി പാർട്ടിൻ്റെ ആ ഒരു കോഞ്ചുഗേറ്റ്, അതായത് യുവിൻ്റെ കോഞ്ചുഗേറ്റ് ആയ വി നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി പറ്റും. എന്ത് അപ്ലൈ ചെയ്താൽ മതി? കോഷി-റെയ്മാൻ കണ്ടീഷൻ്റെ ഏതെങ്കിലും ഒരു കണ്ടീഷൻ, അതായത് ഡോ യു ബൈ ഡോ എക്സ് ഈസ് ഈക്വൽ ടു, അത് നമുക്ക് ക്വസ്റ്റ്യൻ യു അറിയാമെങ്കിൽ നമുക്ക് ഡോ യു ബൈ ഡോ എക്സ് നമുക്ക് കണ്ടുപിടിക്കാം. ഫ്രം ഓപ്ഷൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ ഓപ്ഷൻ എടുത്ത് ചെക്ക് ചെയ്തിട്ട് ആ ഡോ വി ബൈ ഡോ വൈ എടുത്ത് നോക്കുക. എന്നിട്ട് അതും ഈ ഡോ യു ബൈ ഡോ എക്സും ഈക്വൽ ആണെന്ന് എന്ത് ചെയ്താൽ മതി? ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, സോ കോഷി-റെയ്മാൻ കണ്ടീഷൻ എന്ന് പറയുന്നത് മാത്തമാറ്റിക്കൽ മെത്തേഡ്സ് ഇൻ ഫിസിക്സിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കായ കോംപ്ലക്സ് അനാലിസിസിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കോഷി-റെയ്മാൻ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഫ്രം ക്വാണ്ടം മെക്കാനിക്സ് the most repeated question is, what is the expectation value of the momentum operator P? അല്ലേ, നമുക്കറിയാം മൊമെൻറ്റം എന്ന് പറയുന്ന ഒരു ക്വാണ്ടം മെക്കാനിക്കൽ ഓപ്പറേറ്റർ അല്ലേ, അതിൻ്റെ ഓപ്പറേറ്റർ ഫോമാണ് എന്ത്? മൈനസ് ഐ എച്ച് കട്ട് ഡെൽറ്റ. ഓക്കെ, അതായത് ഇതൊരു 3 ഡയമെൻഷണൽ ഫോമാണ്. ഇനി 1 ഡയമെൻഷനൽ ആണെങ്കിൽ നമുക്ക് എഴുതാം മൈനസ് ഐ എച്ച് ഡോ ബൈ ഡോ എക്സ് എന്ന് എഴുതാം. എക്സ് ഡയറക്ഷനിലാണെങ്കിൽ
വൈനാണെങ്കിൽ മൈനസ് ഐ എച്ച് ഗട്ട് ഡോ ബൈ എന്ന് എഴുതാം. ഇസിനാണെങ്കിൽ മൈനസ് ഐ എച്ച് ഗട്ട് ഡോ ബൈ ഡോ ഇസഡ് എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ എന്താണ് എക്സ്പെക്റ്റേഷൻ വാല്യൂ? എന്താണ്? ഇൻ്റഗ്രൽ ഓവർ ദ ഹോൾ സ്പേസ് സൈ സ്റ്റാർ പി സൈ ഡി ടോ വോളിയം ഇൻ്റഗ്രൽ ആണ് അല്ലേ. ആദ്യം സൈ സ്റ്റാർ ആണ്, സൈ അല്ല. ഓർക്കുക, എക്സ്പെക്റ്റേഷൻ എപ്പോഴും എന്താണ്? സൈ സ്റ്റാർ. അതായത് നമ്മുടെ ഇതാണ് ശരിക്കും എക്സ്പെക്റ്റേഷൻ വാല്യൂ അല്ലേ. ഇതിൻ്റെ ഇൻ്റഗ്രൽ ഫോമാണ് ഇത് അല്ലേ. അതായത് കെറ്റ് സൈയുടെ കോഞ്ചുഗേറ്റ് ആണ്, കെറ്റ് സൈയുടെ കോഞ്ചുഗേറ്റ് ആണ് അതിൻ്റെ ബ്ര. അതാണ് ഇത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം പി എന്ന് പറയുന്ന ഓപ്പറേറ്ററിൻ്റെ ഫോമാണ് എന്താ? മൈനസ് ഐ എച്ച് ഗട്ട് ഡെൽ ആണ്. ഓക്കെ, നമുക്കറിയാം ഐ എന്ന് പറയുന്നത് എന്താണ്? 1/, അതായത് 1/i എന്ന് പറയുന്നത് മൈനസ് ഐ ആണ്. സോ മൈനസ് ഐ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? പ്ലസ് 1/i എന്ന് എഴുതാൻ പറ്റും. അതാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഓപ്ഷൻ ഈ സി ഈസ് ദ ആൻസർ അല്ലേ. എന്താണ്? സൈ സ്റ്റാർ മൈനസ് ഐ എച്ച് കട്ട് ഡെൽറ്റയ്ക്ക് ഡെല്ലിന് പകരം എന്താണ്? എച്ച് കട്ട് ഡിവൈഡ് ബൈ. അപ്പോൾ നെഗറ്റീവ് അങ്ങ് പോയി കിട്ടി അല്ലേ. ഡെൽ ദെൻ സൈ ഡി ടോ വോളിയം ഇൻ്റഗ്രൽ. സോ ദിസ് ഈസ് ദ expectation value of momentum in quantum mechanics. Okay, then from electromagnetic theory, the most repeated question is one of the Maxwell equation അല്ലേ. നമുക്ക് എല്ലാവർക്കും അറിയാം ഇതാണ് 4 മാക്സ്വെല്ലിൻ 4 ഇക്വേഷൻ ഇതൊക്കെ അല്ലേ. ഇതൊക്കെയാണ് ഗോസ് ലോ, ഫാരഡേസ് ലോ, ഇത് ആംബിയസ് ലോസ് വിത്ത് Maxwell correction അല്ലേ. then this is the magnetic monopole exists എന്ന് പറയുന്ന മാക്സ്വെല്ലിൻ്റെ ഇക്വേഷൻ അല്ലേ. അപ്പോൾ ഇതാണ് ആൻസർ അല്ലേ. നോക്കിയേ, സപ്പോസ് എ മാഗ്നറ്റിക് മോണോപോൾ ഈസ് ഡിറ്റക്റ്റഡ് ഇൻ ആൻ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ്. ഒരിക്കലും അത് പോസിബിൾ അല്ല. മാഗ്നറ്റിക് മോണോപോൾ എക്സിസ്റ്റ് ചെയ്യില്ല എന്ന് പറയുന്ന മാക്സ്വെല്ലിൻ്റെ ഇക്വേഷൻ ആണ് ഡെൽ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു 0. അപ്പോൾ സപ്പോസ് അങ്ങനെ ഒരു കണ്ടീഷനിൽ മോണോപോൾ എക്സിസ്റ്റ് ചെയ്യുവാണെങ്കിൽ then which one of the following Maxwell's relation has to be modified? ഇതായിരിക്കും മോഡിഫൈ ചെയ്യേണ്ടത്. കാരണം ഇതാണ് മോണോപോൾ എക്സിസ്റ്റ് ചെയ്യലെന്ന് പറയുന്ന മാക്സ്വെല്ലിൻ്റെ കണ്ടീഷൻ. അപ്പോൾ ഈ മാക്സ്വെല്ലിൻ്റെ 4 ഇക്വേഷനും അവയുടെ പേരും അതിൻ്റെ ഇൻ്റഗ്രൽ ഫോമും അതിൻ്റെ ഡിഫറൻഷ്യൽ ഫോമും ഇതെല്ലാം എന്താണ്? ഇതിൻ്റെ ഡിഫറൻഷ്യൽ ഫോമുകളാണ്. അപ്പോൾ അതിൻ്റെ ഇൻ്റഗ്രൽ ഫോമും ഡിഫറൻഷ്യൽ ഫോമും നമ്മൾ മസ്റ്റായിട്ട് പഠിക്കണം. ഓക്കെ, മാക്സ്വെല്ലിൻ്റെ 4 ഇക്വേഷൻ, അതിൻ്റെ പല മീഡിയത്തിലുള്ള അതിൻ്റെ റെപ്രസെൻറ്റേഷൻ അല്ലേ. ഇപ്പോൾ ഡയലക്ട്രിക് മീഡിയ ആണെങ്കിൽ വേറെ റെപ്രസെൻറ്റേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഫ്രീ സ്പേസ് ആണെങ്കിൽ വേറൊരു എക്സ്പ്രഷൻ ആയിരിക്കും. അങ്ങനെ നിങ്ങളെല്ലാം പഠിച്ചു വയ്ക്കണം. ആ പല മീഡിയത്തിലെ എക്സ്പ്രഷൻ, അതിൻ്റെ ഇൻ്റഗ്രൽ ഫോം, ഡിഫറൻഷ്യൽ ഫോം, അതിനെല്ലാത്തിൻ്റെ പേരെല്ലാം നിങ്ങൾ വ്യക്തമായിട്ട് പഠിച്ചു വയ്ക്കണം. ഓക്കെ, ദെൻ ഫ്രം സ്പെക്ട്രോസ്കോപ്പി one of the most repeated question is about rotational spectrum, that is from the molecular spectroscopy അല്ലേ. അപ്പോൾ എന്താണ് ഒരു മോളിക്യൂള് അതിൻ്റെ റൊട്ടേഷൻ സ്പെക്ട്രം അല്ലെങ്കിൽ മൈക്രോവേവ് സ്പെക്ട്രോസ്കോപ്പി എക്സിസ്റ്റ് ചെയ്യുന്ന കണ്ടീഷൻ എന്താണ്? ഫോർ എ മോളിക്യൂൾ ടു ബി മൈക്രോവേവ് ആക്റ്റീവ് ദ മോളിക്യൂൾ മസ്റ്റ് ഹാവ് എ പെർമനൻറ്റ് ഡൈപോൾ മൊമെൻറ്റ് അല്ലേ. ഇതാണ് ഒരു മോളിക്യൂള് റൊട്ടേഷൻ സ്പെക്ട്രോസ്കോപ്പി കാണിക്കണമെങ്കിൽ അല്ലെങ്കിൽ മൈക്രോവേവ് ആക്റ്റീവ് ആണെങ്കിൽ ഉണ്ടാകേണ്ട കണ്ടീഷൻ എന്താണ്? ദേ മസ്റ്റ് ഹാവ് എ പെർമനൻറ്റ് ഡൈപോൾ മൊമെൻറ്റ്. ഓക്കെ, ഇപ്പോൾ ഇതിൽ ഏതാണ് പെർമനൻറ്റ് ഡൈപോൾ മൊമെൻറ്റ് ഉള്ളത്? ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് ഡസ് നോട്ട് എന്നാണ് ചോദിച്ചത് അല്ലേ. അതായത് റൊട്ടേഷൻ സ്പെക്ട്രം എക്സിസ്റ്റ് ചെയ്യാത്ത മോളിക്യൂളാണ്. ഒന്ന് നോക്കുമ്പോൾ HCl നോക്കുക. HCl H+, Cl-, ഒരു ഡൈപോൾ അവിടെ ഉണ്ടല്ലേ. എന്താണ് ഡൈപോൾ എന്ന് പറയുന്നത്? ഒരു പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും കൂടെ എന്ത് ചെയ്യണം? സെപ്പറേറ്റ് ചെയ്യുന്ന കണ്ടീഷൻ പറഞ്ഞാൽ ഡൈപോൾ എന്ന് പറയുന്നത് അല്ലേ. CO ആണെങ്കിലോ C+ ആണ്, O- ആണ് അല്ലേ, നെഗറ്റീവ് ചാർജാണ് അല്ലേ. അപ്പോൾ അവിടെ ഒരു ഡൈപോൾ ഉണ്ട്. H2 ആണെങ്കിലോ H+, അടുത്ത H+. അപ്പോൾ ഇത് ഡൈപോൾ അല്ല. അപ്പോൾ ഇവിടെ ഒരു പെർമനൻറ്റ് ഡൈപോൾ മൊമെൻറ്റ് ഇവിടെ ഇല്ല. സോ ഇതെന്ത് ചെയ്യില്ല, ഇത് റൊട്ടേഷൻ സ്പെക്ട്രം എന്ത് ചെയ്യില്ല, എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അതേപോലെ
HBr ആണെങ്കിൽ അവിടെ ഒരു ഡൈപോൾ ഉണ്ട് അല്ലേ. അപ്പം ഡൈപോൾ മൊമെൻറ്റ്, പെർമനൻറ്റ് ഡൈപോൾ മൊമെൻ്റ് ഉള്ള മോളിക്യൂൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, റൊട്ടേഷൻ സ്പെക്ട്രം എക്സിസ്റ്റ് ചെയ്യുള്ളൂ. അതായത് ഇതേപോലെ ഹോമോ ന്യൂക്ലിയർ, അത് ലൈക്ക് N2, O2, അങ്ങനെ Cl2 അങ്ങനെയുള്ള ഹോമോ ന്യൂക്ലിയർ മോളിക്യൂൾ ഒന്നും എന്ത് ചെയ്യില്ല, റൊട്ടേഷൻ സ്പെക്ട്രം എക്സിസ്റ്റ് ചെയ്യില്ല, അല്ലെങ്കിൽ അത് മൈക്രോവേവ് ആക്റ്റീവ് ആയിരിക്കത്തില്ല. അതേപോലുള്ള കണ്ടീഷനാണ് ഫോർ റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പി, അല്ലെങ്കിൽ IR ആക്റ്റീവ് ഉള്ള കണ്ടീഷൻ എന്നാണ് ദർ ഷുഡ് ബി എ ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെൻറ്റ്. അതായത് ഡൈപോൾ മൊമെൻറ്റ് എന്ത് ചെയ്യണം, ചേഞ്ച് ചെയ്യണം. അതായത് എന്തെങ്കിലും വൈബ്രേഷൻ സംഭവിക്കുമ്പോൾ അവിടെ ഡൈപോൾ മൊമെൻറ്റ് എന്ത് ചെയ്യണം, ചേഞ്ച് ചെയ്യണം. പെർമനന്റ് ഡൈപോൾ മൊമെൻറ്റ് ഉണ്ടായാൽ മാത്രം പോരാ, അത് ചേഞ്ച് ചെയ്യണം. എങ്കിൽ മാത്രം എന്ത് ആക്റ്റീവ് ആവുള്ളൂ, IR സ്പെക്ട്രോസ്കോപ്പി അല്ലെങ്കിൽ അത് വൈബ്രേഷൻ സ്പെക്ട്രോസ്കോപ്പി എക്സിസ്റ്റ് ചെയ്യുള്ളൂ. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വി ക്യാൻ എക്സ്പെക്ട് ഫ്രം സ്പെക്ട്രോസ്കോപ്പി. ഓക്കെ, ദെൻ ഫ്രം ക്ലാസിക്കൽ മെക്കാനിക്സ് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്, ദാറ്റ് ഈസ് ലഗ്രാഞ്ചിയൻ തരും, അത് എന്ത് കണ്ടുപിടിക്കണം, വി ഹാവ് ടു ഫൈൻഡ് ദ കറസ്പോണ്ടിങ് ഹാമിൽട്ടോണിയൻ. അല്ലെങ്കിൽ തിരിച്ച് if the Lagrangian if Hamiltonian is given, we have to find the corresponding Lagrangian from the Hamiltonian. അതിൽ യൂസ് ചെയ്യുന്ന മെത്തേഡ് ഏതാണ്, ദ ലെജൻഡറി ട്രാൻസ്ഫോർമേഷൻ. അതായത് H is equal to summation over Pi Qi dot minus L, അല്ലെങ്കിൽ L is equal to summation over Pi Qi dot H. നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കുക അല്ലേ, H അറിയാൻ നമുക്ക് L കണ്ടുപിടിക്കാം, L അറിയാൻ നമുക്ക് H കണ്ടുപിടിക്കാം. അങ്ങനെ നമുക്ക് ഈ ലെജൻഡറി ട്രാൻസ്ഫോർമേഷൻ നമുക്ക് രണ്ട് കേസിൽ ഉപയോഗിക്കാം. Okay, and here the Lagrangian is given, that is Ax dot plus By dot square minus Kxy. ഇതിൻ്റെ ബേസിക് ഐഡിയ എന്ന് പറയുന്നത്, നമുക്കറിയാം ലഗ്രാഞ്ചൻ എന്ന് പറയുന്നത് എക്സ് അല്ലെങ്കിൽ എക്സ് ഡോട്ട്, അല്ലെങ്കിൽ ക്യൂ എന്ന് പറയുകയാണെങ്കിൽ ക്യൂ അല്ലെങ്കിൽ ക്യൂന്ന് പറയുകയാണെങ്കിൽ ക്യൂ ഡോട്ട് ടിയുടെ ഫങ്ഷൻ ആയിരിക്കും. അവിടെ ജനറലൈസ്ഡ് കോർഡിനേറ്റ് കാണും, അതിൻ്റെ വെലോസിറ്റി ടൈം കാണും, പിന്നെ ടൈമും കാണും. ഇനി ഹാമിൽട്ടോണിയൻ എന്ന് പറയുന്നത് ഈസ് എ ഫങ്ഷൻ ഓഫ് മൊമെൻറ്റ, പൊസിഷൻ ആൻഡ് ടൈം. അവിടെ വെലോസിറ്റി അല്ലെങ്കിൽ ഡെറിവേറ്റീവ് ടൈംസ് അവിടെ ഇല്ല, ഡോട്ട് ടൈംസ് അവിടെ ഇല്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ബേസിക് ഐഡിയ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കുക, ഇവിടെ എക്സ് ഡോട്ട് ഉണ്ടല്ലോ, വെലോസിറ്റി ടൈംസും ഉണ്ട്, അല്ലാതെ എക്സും വൈയും ഉണ്ട്, എക്സ് ഡോട്ടും വൈ ഡോട്ടും ഉണ്ട്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അതിലേക്ക് മാറ്റണം, കറസ്പോണ്ടിങ് PX ലേക്കും PY ലേക്കും നമുക്കതിനെ മാറ്റണം. അപ്പോൾ ഡോട്ട് ടൈംസ് വരാൻ പാടില്ല. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്കറിയാം ഹിയർ ദ ഗിവൺ L ഈസ് AX dot square plus BY dot square minus KXY. So we have to find the corresponding PX, that is conjugate moment അല്ലേ. എന്താണ് PX എന്ന് പറയുന്നത്, PX എന്ന് പറയുന്നത് ഡോ എൽ ബൈ ഡോ എക്സ് ഡോട്ട് ഡോ സ്ക്വയർ ആണ്. അപ്പം എടുക്കുക അല്ലേ, അപ്പം ഡോ എൽ ബൈ ഡോ എക്സ് ഡോട്ട് സ്ക്വയറിങ് എടുക്കുക. L is this ഡോ എൽ ബൈ ഡോ എക്സ്. അപ്പം എന്ത് കിട്ടും, ഫസ്റ്റ് ടൈം അത് നോക്കിയാൽ മതി അല്ലേ, 2AX ഡോട്ട് എന്ന് കിട്ടും. അതേപോലെ PY കറസ്പോണ്ടിങ് PY എടുക്കുക, ഡോ എൽ ബൈ ഡോ വൈ ഡോട്ട് അങ്ങ് എടുക്കുക അല്ലേ. അപ്പോൾ നമുക്ക് 2 സെക്കൻഡ് ടൈം അത് നോക്കിയാൽ മതി, 2BY ഡോട്ട് എന്നും കിട്ടും. ഇനി എന്ത് ചെയ്യുക, നമ്മുടെ ലൈനറി ട്രാൻസ്ഫോർമേഷനിലേക്ക് കൊടുക്കുക. ദാറ്റ് ഈസ് H ഈസ് ഈക്വൽ നമുക്കറിയാം PI QY ഡോട്ട് മൈനസ് L അല്ലേ. P എന്ന് പറയുമ്പോൾ ഇവിടെ PX ഉം PY ഉണ്ട്. സോ PX അവിടെ എക്സ് ക്യൂ ഡോട്ടിന് പകരം ഫസ്റ്റ് എക്സ് ഡോട്ട് പ്ലസ് സമ്മേഷൻ അല്ലേ PY വൈ ഡോട്ട് അല്ലേ. കാരണം ഇവിടെ സമ്മേഷൻ ഉണ്ട്, PX ഉം PY ഉള്ളതുകൊണ്ട് PX എക്സ് ഡോട്ട് പ്ലസ് PY വൈ ഡോട്ട് മൈനസ് നമ്മുടെ L എന്ത് ചെയ്യുക, ഇതും കൊടുക്കുക. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, PX എന്ത് കൊടുക്കുക, 2AX ഡോട്ട് കൊടുക്കുക അല്ലേ. 2AX ഡോട്ടും എക്സ് ഡോട്ടും, അപ്പോൾ 2AX ഡോട്ട് സ്ക്വയർ പ്ലസ് PYക്ക് എന്ത് കൊടുക്കുക, 2/y ഡോട്ട് കൊടുക്കുക അല്ലേ. 2/y ഡോട്ട് ഇൻറ്റു വൈ ഡോട്ട്, ദാറ്റ് ഈസ് 2/y ഡോട്ട് സ്ക്വയർ മൈനസ് ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ മൈനസ് പ്ലസ് മൈനസ് പ്ലസ് ആയി, പ്ലസ് മൈനസ് ആയി. ഓക്കെ, ഇവിടെ നിന്ന് ഒരു 2AX സ്ക്വയറും ഒരു AX ഡോട്ട് സ്ക്വയറും മൈനസ് ചെയ്ത് പോകുന്നു. അതുപോലെ ഇത് മൈനസ് ആയി പോകുന്നു അല്ലേ. അപ്പം ഇങ്ങനെ ലാസ്റ്റ് കിട്ടും. ഇത്ര ഓക്കെ അല്ലേ. ഇനി എന്ത് ചെയ്യുക, നോക്കുക ഇവിടെ നോക്കുക, ഇവിടെ സ്റ്റിൽ H ഈസ് എ ഫങ്ഷൻ ഓഫ് എക്സ് ആൻഡ് എക്സ് ഡോട്ട്. അത് പറ്റത്തില്ല അല്ലേ. നമുക്കറിയാം എക്സ് എന്ന് പറയുന്ന പിയുടെയും ക്യൂയുടെയും ഫങ്ഷൻ ആയിരിക്കണം. അല്ലെങ്കിൽ ഇവിടെ എന്തൊക്കെയാണ്, ഇവിടെ PXൻ്റെയും എക്സിൻ്റെയും അല്ലെങ്കിൽ PYയുടെയും വൈയുടെയും ഫങ്ഷൻ ഇവിടെ ആക്കണം. അപ്പോൾ എന്ത് ചെയ്യുക, അവിടെ എക്സ് ഡോട്ട് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം അല്ലേ. അപ്പോൾ എക്സ് ഡോട്ടിന് എന്ത് ചെയ്യുക, ഇവിടെ ഫ്രം ദിസ് ഇക്വേഷൻ അതെന്താണ്, ഫ്രം PX ഈസ് ഈക്വൽ ടു 2AX ഡോട്ട് എക്സ് ഡോട്ട് എന്താണോ PX ബൈ 2A എന്നും കിട്ടും. വൈ ഡോട്ട് ഈസിക്കൽ എന്ത് കിട്ടും, PY ബൈ
2b എന്നും കിട്ടും അല്ലേ. ഇതൊന്ന് py/2b എന്നും കിട്ടും. അത് രണ്ടും എന്ത് എടുക്കുക, അത് രണ്ടും ഇവിടെ കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇങ്ങനെ കൊടുക്കുമ്പോൾ ഇങ്ങനെ കിട്ടും. ലാസ്റ്റ് നമുക്കിങ്ങനെ ഒരു എക്സ്പ്രഷൻ കിട്ടും. ഇതാണ് ഈ ലഗ്രാഞ്ചിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹാമിൽട്ടോണിയൻ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് സോൾവ് ആണ് ഫ്രം ക്ലാസിക്കൽ മെക്കാനിക്സ്. ഓക്കെ, then from thermodynamics and statistical mechanics, one of the most repeated question is the thermodynamical relation expressing TdS equation. ഏതാണ് ഇക്വേഷൻ എന്ന് പറയുന്നത്? അതായത് നമുക്കറിയാം TdS എന്ന് പറയുന്നത് TdS ഈസ് ഈക്വൽ ടു CV dt പ്ലസ് T ഇൻറ്റു ഡോ പി ബൈ ഡോ ടി ഇൻറ്റു വി. അതായത് ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇതെല്ലാവർക്കും അറിയാവുന്നതാണോ? നമ്മൾ എങ്ങനെ ഇതിലേക്ക് എത്തി? നമുക്കറിയാം എൻട്രോപ്പി എന്ന് പറയുന്ന ഒരു തെർമോഡൈനാമിക് സിസ്റ്റത്തിൻ്റെ എൻട്രോപ്പി എന്ന് പറയുന്നത് ഫങ്ഷൻ ഓഫ് ടെമ്പറേച്ചർ ആൻഡ് വോളിയമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡി എസ് എടുക്കുമ്പോൾ എന്താണ്? ഡി എസ് എടുക്കുമ്പോൾ ഡി എസ് എ ഫങ്ഷൻ ഓഫ് ടെമ്പറേച്ചർ ആൻഡ് ഫങ്ഷൻ ഓഫ് വോളിയം അല്ലേ. അതായത് ഡോ എസ് ബൈ ഡോ ടി ഇൻറ്റു ഡി ടി അറ്റ് കോൺസ്റ്റന്റ് വോളിയമാണ്. ആൻഡ് ഡോ എസ് ബൈ ഡോ വി അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ഇവിടെ ഇൻറ്റു ഡി വി. ഓക്കെ, ദെൻ മൾട്ടിപ്ലൈ ബൈ ടി. ഇതിൻ്റെ ഡെറിവേഷനാണ് പറയുന്നത് കേട്ടോ. ദറ്റ് ഈസ് ടി ഡി എസ് ഈസ് ഈക്വൽ ടു ടി ഇൻറ്റു ഡോ എസ് ബൈ ഡോ ടി. എന്ത് ചെയ്യുക? ടി കൊണ്ട് എല്ലാ ടൈമിനും മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, then for any substance we have the specific heat at constant volume. നമുക്കറിയാം അല്ലേ, സി എന്ന് പറയുന്നതൊക്കെയാണ് ഡോ ക്യൂ ബൈ ഡോ ടി ആണ് അല്ലേ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതായിട്ട് സി വി ഈസ് ഈക്വൽ ടു ഡോ ക്യൂ ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റന്റ് വോളിയമാണ് സി വി ആയതുകൊണ്ട്. സോ നമുക്കറിയാം ഡി എസ് എന്ന് പറയുന്നതാണ് ഡി ക്യൂ ബൈ ഡി ടി. നമുക്ക് റിലേഷൻ അറിയാം, എൻട്രോപ്പിയുടെ റിലേഷൻ നമുക്ക് ഏറെ അറിയാം, ഡി ക്യൂ ബൈ ഡി ടി. സോ ഡി ക്യൂ എന്താണ്? ഡി ക്യൂ ഈസ് ഈക്വൽ ടു ടി ഡി എസ് എന്ന് എഴുതാം. ഓക്കെ, അത് നമ്മളിവിടെ കൊടുക്കുന്നു. ഡി ക്യൂ ഈസ് ഈക്വൽ ടു നമ്മൾ ടി ഡി എസ് എന്ന് കൊടുക്കുന്നു. ഓക്കെ, ദാറ്റ് ഈസ് ഡോ ടി ഇൻറ്റു അറ്റ് കോൺസ്റ്റന്റ് വോളിയം. ദെൻ യൂസിങ് ഡി ക്യൂ ഈസ് ഈക്വൽ ടു ടി ഡി എസ് അല്ലേ, ഇപ്പം പറഞ്ഞ പോലെ. ഓൾസോ ഫ്രം മാക്സ്വെൽസ് ഇക്വേഷൻ വി ഹാവ് നമുക്കറിയാം ഡോ എസ് ബൈ ഡോ വി എന്ന് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ എന്താണ്? ഡോ പി ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റന്റ് വോളിയം ആണ് ഫ്രം ദി മാക്സ്വെൽസ് ഇക്വേഷൻ. ഓക്കെ, എന്നിട്ട് ഇതെല്ലാം കൂടെ കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? ടി ഡി എസ് ഈസ് ഈക്വൽ ടു സി വി ഡി ടി പ്ലസ് ടി ഇൻറ്റു ഡോ പി ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റന്റ് വോളിയം ഇൻറ്റു ഡി വി. മനസ്സിലായില്ലേ? അതായത് സി വി എന്ന് പറയുന്ന, അതായത് ഈ ടൈം എന്ന് പറയുന്നത് എന്തായി? ഈ ടൈം എന്ന് പറയുന്നത് സി വി ആയി അല്ലേ. അപ്പോൾ സി വി ബാക്കിയുള്ള ഡി ടി പ്ലസ് ടി ഇൻറ്റു എന്താണ്? ഡോ എസ് ബൈ ഡോ ടി ആയിട്ട് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. ഡോ എസ് ബൈ ഡോ ടി കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എന്താണ്? ഡോ പി ബൈ ഡോ ടി ഇൻറ്റു ഡി വി. ഓക്കെ ഓക്കെ, ഇവിടെ ഒരു മിസ്റ്റേക്ക് ആണ്. ഇവിടെ വി ആണ് കേട്ടോ, വി തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഫ്രം സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ് അല്ലേ. നോക്കിയേ, ദ പാക്കിംഗ് ഫാക്ടർ ഓർ പാക്കിംഗ് ഫ്രാക്ഷൻ ഓഫ് ദി എഫ് സി സി സ്ട്രക്ചർ എത്രയാണ്? ഫോർ എഫ് സി സി ദ പാക്കിംഗ് ഫാക്ടർ ഈസ് 0.74, that is 74%, and for BCC it is 68%, and for hexagonal close packing it is 74% again. അപ്പോൾ ഇത്തരത്തിൽ പല പല ക്രിസ്റ്റൽ സിസ്റ്റങ്ങളുടെ ബ്രാവിയസ് ലാറ്റിസുകളുടെ പാക്കിംഗ് ഫ്രാക്ഷൻ, കോർഡിനേഷൻ നമ്പർ, നമ്പർ ഓഫ് യൂണിറ്റ് സെല്ല്, ഇങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. ഇതൊക്കെ ബേസിക് ഒരു എന്താ പറയുക, സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സിൻ്റെ ബേസിക് സംഭവങ്ങളാണ് അല്ലേ. ഒരു ക്രിസ്റ്റൽ സ്ട്രക്ചറും അല്ലെങ്കിൽ ഒരു ക്രിസ്റ്റൽ സിസ്റ്റവും അതുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ ബേസിക് സെൽ പാരാമീറ്റേഴ്സും എല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. അതിൻ്റെ പാക്കിംഗ് ഫ്രാക്ഷൻ, കോർഡിനേഷൻ നമ്പർ, ഇതെല്ലാം നിങ്ങൾ എല്ലാത്തിൻ്റെ പഠിച്ചു വെക്കണം. സിമ്പിൾ ക്യൂബിക് ഉണ്ട്, എഫ് സി സി, ബി സി സി, ഹെക്സാഗണൽ ക്ലോസ് പാക്കിംഗ്, എല്ലാത്തിനും നിങ്ങൾ അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഓക്കെ, ദെൻ ഫ്രം ന്യൂക്ലിയർ ആൻഡ് പാർട്ടിക്കിൾ ഫിസിക്സ്, ഷെൽ മോഡൽ എന്ന് പറയുന്നത് റിപ്പീറ്റ് ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. ഷെൽ മോഡൽ ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഫ്രം ന്യൂക്ലിയർ ആൻഡ് പാർട്ടിക്കിൾ ഫിസിക്സ് അല്ലേ. നോക്കുക, ഹിയർ ദ ഓക്സിജൻ ന്യൂക്ലിയസ് ഈസ് ഗിവൺ. So according to the nuclear shell model, the angular momentum and parity of the nucleus. എങ്ങനെ ചെയ്യാം?
നമുക്കറിയാം തന്നിരിക്കുന്നത് നോക്കുക OH17 ന്യൂക്ലിയസ് തന്നിരിക്കുന്നത് അല്ലേ. സോ നമ്പർ ഓഫ് പ്രോട്ടോൺ എന്ന് പറയുന്നത് എത്രയാണ്? 8 തന്നെ അല്ലേ. നമ്പർ ഓഫ് പ്രോട്ടോൺ ഈസ് അറ്റോമിക് നമ്പർ 8. ആൻഡ് നമ്പർ ഓഫ് ന്യൂട്രോൺ എന്താണ്? 17 - 8 9. ഓക്കെ. അപ്പോൾ നമുക്കറിയാം അക്കോർഡിംഗ് ടു ഷെൽ മോഡൽ നമ്മൾ രണ്ടും ഈവൻ ആണെങ്കിൽ സംഭവിക്കുക, ഇഫ് ബോത്ത് പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ ആർ ഈവൻ then it is angular momentum 0 and parity is positive. That is spin 0 ആയിരിക്കും if even. ആൻഡ് അതപ്പോൾ എന്ത് ചെയ്യുക, ഓഡ് നമ്പർ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അവിടെ ഒരു എഫക്റ്റീവായിട്ടുള്ള ഒരു ആംഗുലാർ മൊമെൻ്റ് അവിടെ ഉണ്ടാക്കുകയുള്ളൂ. അപ്പോൾ തന്നിരിക്കുന്ന ന്യൂക്ലിയസ് എഴുതി നോക്കുക, അതിലെ പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും എണ്ണം നോക്കുക, അതിൽ ഏതാണോ ഓഡ് നമ്പർ വരുന്നത് അതെന്ത് ചെയ്യുക, ഷെൽ മോഡലിൻ്റെ എനർജി ബേസിസിൽ ലെവൽസിലേക്ക് അത് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇതാണ് ഈ ഓർഡറിലാണ് ഷെൽ മോഡലിൽ എന്താ പറയുക ന്യൂട്രോൺസ് അല്ലെങ്കിൽ പ്രോട്ടോൺസ് എന്ത് ചെയ്യുക ഫില്ല് ചെയ്യുന്നത് അല്ലേ. ന്യൂക്ലിയറിൽ ഫസ്റ്റ് S½ അതിൽ 2 എണ്ണം കൊള്ളും. പിന്നെ P3/2 എത്ര എണ്ണം കൊള്ളും? 4 എണ്ണം കൊള്ളും അല്ലേ. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? 2s+1 നോക്കിയാൽ മതി. 2s+1 നോക്കിയാൽ മതി. 2s+1 അതായത് ഹാഫ് ആണെങ്കിൽ 2 × 1/2 + 1 ദാറ്റ് ഈസ് 2. 3/2 ആണെങ്കിൽ 2 × 3/2 + 1 ദാറ്റ് ഈസ് 3 + 1 4 ആണ്. അങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നത്. ഓക്കെ. ഇനി അടുത്ത് വരുന്നത് P1/2 ആണ്. അവിടെ 2 എണ്ണം കൊള്ളും വീണ്ടും. ഇനി നമുക്ക് എത്ര എണ്ണമായി? 2 4 6 2 8 എണ്ണം. ഇനി എത്ര എണ്ണം ഉണ്ട്? ഒന്നുകൂടെ മിച്ചമുണ്ടല്ലോ. 9 ഒന്നുകൂടെ മിച്ചമുണ്ട്. അത് അടുത്ത ഷെല്ലായ എന്ത് ചെയ്യുക, D5/2 ഒരെണ്ണം പോകും. സോ 5/2 ഈസ് ദ ആംഗുലാർ മൊമെൻ്റ്. അവസാനം ഫില്ലാവുന്ന ആ ഷെല്ലിൻ്റെ ഈ വാല്യൂ ആണ് അതിൻ്റെ ആംഗുലാർ മൊമെൻ്റ്. ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ 1/2 വന്നാനെ, ഇവിടെ ആണെങ്കിൽ 3/2 വന്നാനെ. ഇപ്പോൾ D5/2 ലാസ്റ്റ് വന്നതെന്ന് പറഞ്ഞെങ്കിൽ അത് 5/2 ആയിരിക്കും അതിൻ്റെ ആംഗുലാർ മൊമെൻറ്റം. അപ്പോൾ അങ്ങനെയുള്ള ഒറ്റ ഓപ്ഷനേ ഉള്ളായിരുന്നുള്ളൂ, അത് 5/2. അപ്പോൾ D തന്നെ നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. ദെൻ ഹൗ ടു ഫൈൻഡ് ഔട്ട് ദ പാരിറ്റി. പാരിറ്റി എന്ന് പറയുന്നത് -1/L ആണ്. -1/L ആണ് പാരിറ്റി എന്ന് പറയുന്നത്. ഇനി എന്താണ് L? നമുക്കറിയാം, നമുക്ക് S, P, D, F അങ്ങനെ സബ്സ്ക്രിപ്ഷൻസ് ഉണ്ടല്ലേ. ആൻഡ് ഫോർ S the L value is 0, and for P it is 1, and for D it is 2, and for F it is 3. ഇങ്ങനെയാണ് L വാല്യൂ പോകുന്നത്. ആൻഡ് ഹിയർ ഇറ്റ് ഈസ് വി ഹാവ് D അല്ലേ. സോ L ഈസ് 2. സോ പാരിറ്റി മീൻസ് -1/L അവിടെ 2 എത്രയാണ്? +1 അല്ലേ. പാരിറ്റി +1 ആണ്. അപ്പം 5/2 പ്ലസ് ഇതാണ് ഓപ്ഷൻ D ആണ് എൻ്റെ ആംഗുലാർ മൊമെൻ്റം പാരിറ്റി റെപ്രസെൻറ്റേഷൻ. അപ്പം ഇങ്ങനെ ഷെൽ മോഡൽ അനുസരിച്ച് എങ്ങനെയാണ് ഒരു ഗിവൺ ന്യൂക്ലിയസിൻ്റെ ആംഗുലാർ മൊമെൻ്റവും പാരിറ്റിയും കാൽക്കുലേറ്റ് ചെയ്യുന്നത് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കണം. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ മതി? ഇനി വാട്ട് ഇഫ് ബോത്ത് ആർ ഓഡ് എന്ത് സംഭവിക്കും? അതിനൊരു പ്രത്യേകം ഒരു പ്രൊസീജിയറുണ്ട്. നിങ്ങളതും കൂടെ കൃത്യമായിട്ട് നോക്കി വയ്ക്കുക. ഓക്കെ. അപ്പോൾ നമ്മുടെ രണ്ടിനും നമ്മൾ അങ്ങനെ കേസ് നമ്മുടെ രണ്ടിനും നമ്മൾ ഈ ഒരു എക്സ്പാൻഷൻ കൊടുക്കണം. അതായത് പ്രോട്ടോൺ ഈവൻ ഓടാണെങ്കിൽ അതിന് ഇങ്ങനെ എക്സ്പാൻഷൻ കൊടുക്കുക. ദെൻ ന്യൂട്രോൺ ഈവൻ ഓടാണെങ്കിൽ അതിന് എക്സ്പാൻഷൻ കൊടുക്കുക. എന്നിട്ട് രണ്ടും കൂടെ സം ചെയ്തുള്ള ഒരു മെത്തഡോളജി ഉണ്ട്. നിങ്ങൾ അതുകൂടെ ഒന്ന് കൃത്യമായിട്ട് നോക്കി വയ്ക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് ടോപ്പിക്കിൽ നിന്ന് ചോദിച്ചിട്ടുള്ള മോസ്റ്റ് റിപ്പീറ്റിംഗ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. നിങ്ങൾ എത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ കൂടുതൽ നിങ്ങൾ നോക്കുക. ഓക്കെ. എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.